ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നു. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അങ്ങനെ രേവതി അറിഞ്ഞിരിക്കുകയാണ് ആ 2 ലക്ഷം രൂപ നമ്മുടെ ശ്രുതി മനഃപൂർവ്വം തിരികെ കൊണ്ടുവച്ചിട്ട് രേവതിനെ നന്നാക്കാൻ വേണ്ടി അവിടെ ശ്രമിച്ചിരിക്കുകയാണ്. അതിലും വെറുതെ ഒന്നും രേവതിനെ നന്നാക്കാൻ ശ്രുതി ശ്രമിക്കത്തില്ല. അപ്പൊ സച്ചിയോട് പറഞ്ഞപ്പോ സച്ചിയും പറഞ്ഞു, ഇതിന്റെ പിന്നിൽ എന്തോ കളിയുണ്ടടി, അത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഒരിക്കലും ശ്രുതി നിനക്ക് വേണ്ടി ഇങ്ങനെ ഒരു ത്യാഗം ചെയ്യത്തില്ല. അതൊന്നാമത്തെ കാരണം. പിന്നെ ഈ 2 ലക്ഷം രൂപ വെറുതെ കയ്യിൽ നിന്ന് എടുത്ത് ശ്രുതിക്ക് കൊണ്ടുവയ്ക്കാൻ മാത്രം വിശാല ഹൃദയം അല്ല ശ്രുതിയുടെ. അത് നിനക്കറിയാലോ. 1 രൂപ പോയ കണക്ക് പറയുന്ന ശ്രുതി 2 ലക്ഷം രൂപയും 3 ലക്ഷം രൂപയൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അവൾ ആരാ? പണ്ടേ അവള് കള്ളിയാണെന്ന് എനിക്കറിയാം. എന്തൊക്കെയോ ചുറ്റിപ്പറ്റി അവള് മണക്കണുണ്ട്. അപ്പൊ എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. നീ ഇപ്പൊ ഇത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാനൊന്നും നിൽക്കണ്ട. നീ പതിക്കെ ഒരു താങ്ക്സ് ഒക്കെ അങ്ങ് പറഞ്ഞേരെ രേവതി. അവളോട് പറയണം താങ്ക്സ് എന്ന്. അപ്പൊ അവൾ എന്നാത്തിന് താങ്ക്സ് പറഞ്ഞെന്ന് ചോദിക്കും. അപ്പൊ നീ ഈ കാര്യം എടുത്തിടുമ്പം അവളുടെ മുഖത്തിന്റെ ഭാവ വ്യത്യാസങ്ങൾ നീ എന്നോട് പറ, ഞാൻ പറയാം അവളുടെ ഉദ്ദേശം എന്താണെന്ന്. ഏതായാലും അതെങ്ങനെയാ സച്ചേട്ടാ അങ്ങനെയൊക്കെ ചെന്ന് പറയുന്നത്? നീ അങ്ങ് ചെന്ന് പറഞ്ഞു, നീ ചെന്ന് പറയാനൊന്നും നിൽക്കണ്ട. ഏതായാലും നീ എപ്പോഴും കിച്ചണിലുണ്ടല്ലോ. എപ്പോഴെങ്കിലും ശ്രുതി എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് അകത്തേക്ക് വരും. അപ്പൊ നീ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. ഏതായാലും നമ്മുടെ ശ്രുതിയല്ല രേവതി എന്നാ പിന്നെ രണ്ടും കൽപ്പിച്ച് സച്ചേട്ടൻ പറഞ്ഞതല്ലേ, നോക്കിയൊക്കെ എന്താ ഇതിന്റെ പിന്നെന്ന് അറിയണമല്ലോ. എന്തോ ഉണ്ട് എന്ന് രേവതിക്കും അറിയാം. കാരണം അല്ലാതെ വെറുതെ രേവതിക്ക് വേണ്ടി 2 ലക്ഷം രൂപ കളയാനും കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി 2 ലക്ഷം രൂപ കളയാനൊന്നും ശ്രുതി നിൽക്കത്തില്ലെന്ന് നന്നായിട്ട് അറിയാം. ശ്രുതി ആണെങ്കിലോ ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുക. നമ്മുടെ വീരാനിക്ക് എങ്ങാനും സത്യങ്ങൾ രേവതിയോട് ഇനി തുറന്നു, ഇനി രേവതി ചിക്കൻ മേടിക്കാനോ മട്ടൻ മേടിക്കാനോ ബീഫ് മേടിക്കാനോ പോയെന്ന് അറിഞ്ഞാണെങ്കിൽ പുറകെ നമ്മുടെ ശ്രുതി ഓടും. അതുപോലെ പേടിച്ച് വിറച്ച് നിൽക്കുക. മീരാനൊക്കെ കുറച്ച് സത്യസന്ധമായിട്ടുള്ള ആളൊക്കെ തന്നെയാണ്. ഇനി ഈ സിനിമയുടെ ആർത്തിയും അതൊക്കെ മൂത്തിട്ടാണ് ഒരു ചാൻസ് കിട്ടുമെന്നൊക്കെ ഓർത്തിട്ടാണ് നമ്മുടെ ശ്രുതി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടനുസരിച്ച് നിന്നത്. അപ്പൊ ഏതായാലും ആ കാര്യം ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി നിനക്ക് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഞാൻ അല്ലെങ്കിലും ഇങ്ങനെ നിന്നെ ഒന്ന് വീക്ഷിക്കുകയായിരുന്നു. നീ വല്ലാത്ത ടെൻഷനിലാണല്ലോ, എന്ത് പറ്റി? എന്താ ഞാൻ അറിയാത്തൊരു ടെൻഷൻ നിനക്ക് ചോദിച്ചുമ്പോ ടെൻഷനോ? എനിക്കൊന്നും ഇല്ല ശ്രുതി. അല്ല എന്തോ ഉണ്ട്? ശ്രുതിയോടല്ലേ പറഞ്ഞു എനിക്ക് ഒരു ടെൻഷനും ഇല്ലാന്ന്. ശ്രുതിയുടെ കാര്യം നോക്ക്. ഞാൻ ടെൻഷൻ ഉണ്ടായി തന്നെ എനിക്ക് എന്റെ ജോലിയുടെ കാര്യമൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞാൻ പോകുന്നതല്ലേ. എനിക്ക് ഷോറൂമിൽ വരണം, അതുപോലെ തന്നെ എനിക്ക് ക്ലയൻസിനെ കാണാനൊക്കെ പോകണം. അപ്പൊ അതുകൊണ്ട് ആ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പം ശ്രുതിക്കൊന്നും മാറ്റി തരാൻ പറ്റത്തില്ല. ശ്രുതിയുടെ കാര്യം നോക്കുന്നു പറഞ്ഞിട്ട് കളി തുള്ളിക്കൊണ്ട് നമ്മുടെ ശ്രുതി അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ശ്രുതി ഇവക്ക് ഇത് എന്ത് പറ്റി? ഇവള് ചോദിക്കുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എന്തോ ഉണ്ട് ഇവളുടെ മനസ്സിലുണ്ട്. ഇവക്ക് എന്താ പറ്റിയത്? ഇവളെ എന്തോ മറയ്ക്കാനൊക്കെ ശ്രമിക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടെന്ന് പൊട്ടനാണെങ്കിലും ശ്രുതിക്കും എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ രേവതി കിച്ചണിൽ നിന്ന് എന്തൊക്കെ ഇങ്ങനെ ചെയ്തോണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വർഷ കയറി വന്നിട്ട് വർഷ ഓരോ പാചകത്തിന്റെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വർഷയോട് ചോദിച്ചു, നിനക്ക് ഇതൊക്കെ അറിയാമോ എന്ന് ഇങ്ങനെ രേവതി ചോദിച്ചപ്പോഴത്തേക്ക്, അത് പിന്നെ എനിക്കറിയത്തൊന്നുമില്ല, എന്റെ ഭർത്താവ് ആരാ, ഒരു ഷെഫല്ലേ. അപ്പൊ പിന്നെ ഞാൻ അങ്ങനെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയത്. പിന്നെ എനിക്ക് ഈ കിച്ചണിൽ കയറാനൊന്നും ഒരു താല്പര്യം ഇല്ല രേവതി ചേച്ചി. അതുകൊണ്ടല്ലേ ഞാൻ പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ പുതിയ റെസിപ്പിയൊക്കെ കണ്ടുപിടിച്ചതൊക്കെ എന്നോട് ശ്രീകാന്ത് വന്ന് പറയും. അപ്പൊ ഞാനത് കേൾക്കും, അത്ര മാത്രമേ ഉള്ളൂ. ഏതായാലും എനിക്കിപ്പം ഞാൻ കുറച്ച് ഡയറ്റിലൊക്കെയാന്ന് പറയുമ്പോൾ, ഡയറ്റിലൊരു നല്ല ചമ്മന്തി ഉണ്ട്, ദോശയുണ്ട്, ഇഡലി ഉണ്ട്, നിനക്ക് എന്താ വേണ്ടത്? ഞാൻ ഈ ഇഡലിയും ദോശയും ഉഴുന്നൊക്കെ ഇച്ചിരി കുറയ്ക്കാൻ പോവാ. കുറച്ച് എനിക്കറിയില്ല എന്താണെന്നറിയത്തില്ല, എനിക്ക് ഇച്ചിരി വെയിറ്റ് കൂടിയെന്ന് തോന്നുന്നു. അപ്പൊ ഇച്ചിരി കുറയ്ക്കണം. ഒരു ദിവസം എന്നെ തടിച്ചീന്ന് വിളിച്ച് ഇങ്ങനെ ശ്രീകാന്ത് സംസാരിക്കുകയും ചെയ്തിട്ട് ഇങ്ങനെ കളിയാക്കിയെന്ന് പറയും. അവൻ ചുമ്മാ പറഞ്ഞതല്ലേ, നിനക്ക് ഈ വണ്ണം ഉള്ളതല്ലേ നിന്റെ ക്യൂട്ട്നെസ്. ഒത്തിരി വണ്ണം ഓവറായിട്ടുള്ള വണ്ണം ഒന്നുമില്ല, നീ ഇങ്ങനെ ഇരിക്കുന്ന ആ ക്യൂട്ട്നെസ് ഇതാ നല്ലത്, ഒത്തിരി മെലിയൊന്നും വേണ്ടാന്ന് പറയുമ്പോഴത്തേക്കും വേണ്ട ഇച്ചിരി കൂടെ മെലിയണം. ശ്രീകാന്ത് എന്നെ കളിയാക്കി എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് വെറുതെ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി കയറി വരികയാണ്. അപ്പൊ ശ്രുതി എന്തോ ചായയോ വെള്ളമോ എന്തൊക്കെയോ എടുക്കാൻ വേണ്ടി കയറി വരുന്ന. അങ്ങനെ അകത്തേക്ക് ശ്രുതി കയറി വന്ന ഉടനെ തന്നെ നമ്മുടെ രേവതി എന്താ കിട്ടിയ അവസരമല്ലേ, പാഴാക്കാൻ പാടില്ലല്ലോ, ഒരു താങ്ക്സ് അങ്ങോട്ട് പറയാണ് കേട്ടോ. താങ്ക്സ് എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ശ്രുതി ചോദിച്ചു, താങ്ക്സോ? അതെന്തിനാ രേവതി താങ്ക്സ്? അപ്പൊ തന്നെ ശ്രുതിക്ക് ഇങ്ങനെ പെട്ടെന്ന് ഓടി കേട്ടോ. എന്റെ ദൈവം, ഇനി അറിഞ്ഞോ എന്തെങ്കിലുമൊക്കെ? ഇതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മുഖത്തെ ആ ഒരു ഭാവ വ്യത്യാസം ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ രേവതി. അങ്ങനെ മുഖത്തെ ആ ഒരു ഭാവ വ്യത്യാസമൊക്കെ നന്നായിട്ട് മാറുന്നുണ്ട്. പറഞ്ഞു, എന്തിനാ താങ്ക്സ്? ഞാൻ രേവതിയോട് ചോദിച്ചത് കേട്ടില്ല. രേവതി എന്തിനാ താങ്ക്സ്? അത് പിന്നെ അല്ല, വേറെ ഒന്നിനും അല്ല,
എന്നെ രക്ഷിക്കാൻ നോക്കിയില്ലേ ശ്രുതി, അതും കൊണ്ടാ. ഞാനേ കഴിഞ്ഞ ദിവസം ഭാമയാന്റിയുടെ വീട്ടിൽ ചെന്നായിരുന്നു. അപ്പഴാ ഭാമയാന്റി കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഓ ഓ, ആന്റിയോട് ഞാൻ പറയരുതെന്ന് പറഞ്ഞതാ, പക്ഷെ ആന്റി അത് പറഞ്ഞു. ഷോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ വർഷ പറഞ്ഞു, എന്താ എനിക്ക് മനസ്സിലായില്ല, എന്താ ഈ പറയുന്നത്, നിങ്ങൾ താങ്ക്സ് പറയുന്നു, എന്തോ രക്ഷിച്ചെന്നൊക്കെ പറയുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, അത് പിന്നെ പക്ഷേ കഴിഞ്ഞ ദിവസം 2 ലക്ഷം രൂപയാ കാണാതെ പോയില്ലായിരുന്നു ഭാമയാന്റിയുടെ, ഞാൻ എടുത്തെന്നൊക്കെ പറഞ്ഞ് എന്തായിരുന്നു പുകില്. ആ 2 ലക്ഷം രൂപയെ അത് ശ്രുതി കൊണ്ടുപോയി കൊടുത്തു ഭാമയാന്റിക്ക്. അപ്പൊ വർഷ ചോദിച്ചു, അതെന്തിനാ ശ്രുതി ചേച്ചി കൊണ്ടുപോയി ഭാമയാന്റിക്ക് 2 ലക്ഷം രൂപ കൊടുത്തത്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴത്തേക്കാണ് രേവതി പറഞ്ഞു, അത് പിന്നെ എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, എന്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട്, രേവതി ചേച്ചിയുടെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ആര്? ശ്രുതിയോ? ശ്രുതി ചേച്ചിയോ? ഞാനാ കൊണ്ട് കൊടുത്തത് വർഷയെന്ന് നമ്മുടെ ശ്രുതിയും പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയാൻ തുടങ്ങി കേട്ടോ. അത് പിന്നെ 2 ലക്ഷം രൂപ കാണാതെ പോയി കഴിഞ്ഞപ്പോ ഭയങ്കര സമാധാനക്കേടായിരുന്നു ശ്രുതിക്ക്. വീട്ടിൽ പ്രശ്നം ഉണ്ടാകും, അതുണ്ടാകും, വഴക്കുണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിക്ക് ഒരു സമാധാനം ഇല്ലായിരുന്നു. അതുകൊണ്ട് ശ്രുതി എന്ത് ചെയ്തെന്നറിയാമോ? ആ 2 ലക്ഷം രൂപ ഭാമയാന്റിയുടെ കൈ കൊണ്ടു കൊടുത്തു. അത് എങ്ങനെയാണെന്ന് അറിയാമോ? താലി പണയം വെച്ചിട്ട്. ഇത് കേട്ടതും വർഷം ഒന്നുകൂടെ ഞെട്ടിട്ടോ. എന്താ ശ്രുതി ചേച്ചി ഇത്? ശ്രുതി ചേച്ചി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞത് ആന്റിയോട് ഭാമയാന്റിയോട് പറയില്ലെന്ന് വെച്ചു, നിങ്ങളോടൊക്കെ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ വർഷം പറഞ്ഞു, ശ്രുതി ചേച്ചി പറയരുത് എന്ന് പറഞ്ഞത് തന്നെ പറയാനായിരിക്കുമല്ലേ. ചിലര് അത് സൈക്കോളജിക്കൽ പരമായിട്ട് ചിലര് മൂവ്മെന്റ്സ് നടത്തുന്നത്. കാരണം പറയരുത് എന്ന് പറയുന്ന ഒരു കാര്യം പറയാനുള്ള ധ്വരം ഉണ്ടാവില്ലേ, അപ്പൊ സ്വാഭാവികമായിട്ട് പറയത്തില്ലേ. അതുകൊണ്ട് ശ്രുതി ചേച്ചിക്ക് അറിയായിരുന്നു ഇത് ഭാമയാന്റി രേവതി ചേച്ചിയോട് തന്നെ പറയണമെന്ന്. അപ്പൊ അതുകൊണ്ടല്ലേ എടുത്തു പറഞ്ഞത് പറയരുത് എന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, അങ്ങനെയൊന്നും അല്ലായിരിക്കും, ശ്രുതി പറയരുതെന്ന് പറഞ്ഞതായിരിക്കും, ഭാമയാന്റി എന്നോട് അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് തന്നെയാ പറഞ്ഞത്, ശ്രുതി പറയരുത് എന്ന് ശ്രുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാമയാന്റിക്കൊക്കെ ശ്രുതിയെ കുറിച്ച് എന്തോ അഭിപ്രായം. ഇതുപോലെ ഒരു ചേടത്തിനെ കിട്ടിയത് എന്തോ പുണ്യം ചെയ്തിട്ടാന്നാ പറയുന്നത്. അപ്പോഴത്തേക്കൊക്കെ നമ്മുടെ രേവതി ഇങ്ങനെ മുഖഭാവം ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്, മാറി മാറി ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതി ആകപ്പാടെ അന്തം വിട്ട് നിൽക്കുന്നതും വേർക്കുന്നതും പരിഭ്രമിക്കുന്നതും വിളറി വെളുത്ത ആകപ്പാടെ അതുപോലത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുക ശ്രുതി. എന്തു പറയണമെന്ന് ശ്രുതിക്ക് അറിയത്തില്ല, ശ്രുതിക്ക് വാക്കുകൾ കിട്ടുന്നില്ല പറയാനുള്ളത്. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് അപ്പ പോയില്ലെങ്കിൽ സത്യം പറഞ്ഞാല് നമ്മുടെ വർഷയും വലിച്ചു കീറുന്നത് നന്നായിട്ടാണ്. കാരണം വർഷ ഇച്ചിരി കിള്ളി കിള്ളി ചോദിക്കാൻ പിടിക്കുകയാണല്ലോ. അതുകൊണ്ട് അതെ ഞാൻ പോവുകയാണേ എന്നും പറഞ്ഞ് വെള്ളം എടുത്തുകൊണ്ട് പതുക്കെ തപ്പിത്തടഞ്ഞ് എങ്ങനെയൊക്കെയോ നമ്മുടെ ശ്രുതി അങ്ങോട്ട് രക്ഷപ്പെട്ടു കേട്ടോ. അപ്പൊ ഏതായാലും നമ്മുടെ ശ്രുതി പോയി കഴിഞ്ഞപ്പോ സച്ചി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിയോട് ചോദിച്ചു, എന്താ ഞാൻ പറഞ്ഞ കാര്യം നീ ചോദിച്ചായിരുന്നു രേവതി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ചോദിച്ചായിരുന്നു സച്ചേട്ടാ, ഞാൻ ശ്രുതിയോട് താങ്ക്സ് പറഞ്ഞു, സച്ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പെരുമാറിയത്, ഞാൻ താങ്ക്സ് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ അപ്പൊ അവൾ എന്ത് പറഞ്ഞു? അവളുടെ മുഖഭാവം എങ്ങനെയുണ്ടായിരുന്നു? അതെ, സച്ചേട്ടൻ പറഞ്ഞത് ശരിയാ, എന്തോ ഒരു വശവശയൊക്കെ ഉണ്ട് അവളുടെ മുഖഭാവത്തില്, അതെനിക്ക് ഉറപ്പാ. ഞാൻ പറഞ്ഞില്ലേ, ആ 2 ലക്ഷം രൂപ അവള് തന്നെയാ മോളെ കട്ടെടുത്തത്, വേറെ ആരുമല്ല, അവള് തന്നെയാ കട്ടെടുത്തത്. നമ്മുടെ അമ്മയുടെ സ്വഭാവം അറിയാലോ, നമ്മുടെ അമ്മ പോലീസിൽ കൊണ്ട് കേസ് വല്ലതും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് കുരുങ്ങും, അവള് പോണ്ട വരുമെങ്കിൽ ജയിലില്. മാത്രമല്ലല്ലോ നാണക്കേടായി പോവില്ലേ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് അവൾ അതുകൊണ്ട് ആ 2 ലക്ഷം രൂപ കൊണ്ട് തിരികെ വെച്ചത് വേറെ ഒന്നുമല്ല, അതുകൊണ്ട് മാത്രം 2 ലക്ഷം രൂപ കൊണ്ട് തിരികെ വെച്ചത്. എന്തെങ്കിലും പ്രൂഫ് ഒന്നും കയ്യിലില്ലാത്തതുകൊണ്ട് നമുക്ക് തെളിയിക്കാൻ പറ്റത്തില്ലല്ലോ. അവളുടെ ഈ കളി ഏതുവരെ പോകുന്നു നമുക്ക് നോക്കാം. എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട് രേവതി. അവള് നമ്മളിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്. മലേഷ്യയിൽ അവളുടെ അച്ഛനുണ്ടെന്ന് പറയുന്നതും അവളുടെ ഇളയച്ഛനും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്ക് ആകെപ്പാടെ വശവശക്ക് തോന്നുന്നുണ്ട്. അത് ഉറപ്പാ ശ്രുതി പേരും കള്ളിയാ എന്ന് നമ്മുടെ സച്ചി രേവതിയോട് പറഞ്ഞപ്പോ രേവതി പറയുന്നുണ്ട്, സച്ചേട്ടാ വെറുതെ അതന്വേഷിക്കാനാ ഇതന്വേഷിക്കാനാന്ന് ഇറങ്ങിയൊക്കെ തിരിച്ചിട്ട് ലാസ്റ്റ് അറിയാലോ എല്ലാം നമ്മുടെ പേർക്ക് വരും. അമ്മയുടെ സ്വഭാവം അറിയാലോ, എല്ലാം എന്റെ തലയിൽ കൊണ്ടുവയ്ക്കും. ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത്. അവരെന്തെങ്കിലും കാണിച്ചോട്ടെ, അങ്ങനെ എന്തെങ്കിലും കാണിക്കാൻ പറ്റുമോ? നമ്മുടെ വീട്ടിനകത്ത് അങ്ങനെ തെമ്മാടിത്തരം കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. കള്ളിയാണെങ്കിൽ ആ പേരും കള്ളിനെ ഈ വീട്ടിൽ നിന്ന് അടിച്ചോടിക്കുക ചെയ്യേണ്ടത്, അതല്ലേ വേണ്ടത്. വേണ്ട സച്ചേട്ടാ, എന്തിനാ വെറുതെ? അവർ രണ്ടുപേരും സുഖമായിട്ടല്ലേ ജീവിക്കുന്നത്. ശ്രുതിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ശ്രുതിക്ക് ഇഷ്ടമുള്ള ഒരാളെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നു, അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരാളെ ശ്രുതി വിവാഹം കഴിച്ചുകൊണ്ട് വന്നു, അവർക്കൊന്നും കുഴപ്പമില്ലേ. പിന്നെ നമുക്ക് എന്തിനാ സച്ചേട്ടാ വെറുതെ? വേണ്ട സച്ചേട്ടാ, വേറെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകരുത് സച്ചേട്ടാ എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുന്നുണ്ട്. ഏതായാലും ശ്രുതിക്ക് കുരുക്ക് വീഴാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇനിയിപ്പോ ശ്രുതിയുടെ അമ്മേനെയും മകനെയും കൂടെ കെട്ടി കൊണ്ടുവരുന്നുണ്ട് പുറകെ. ഏതായാലും ശ്രുതിയുടെ മകൻ വന്നു കഴിയുമ്പോഴത്തേക്കും മകനെ സ്കൂളിൽ വിടണമല്ലോ. അവിടെ സ്കൂളിലൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ഇതിന്റെ ഇടയിൽ ഒരു ട്വിസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാത്തിരുന്ന് തന്നെ കാണും. നമ്മൾ പണ്ട് അപ്കമിങ് വിശേഷം ചെയ്യുമ്പോൾ ഇതൊക്കെ പറഞ്ഞു പോയിട്ടുള്ള കഥയാണ് കേട്ടോ. അപ്കമിങ് വിശേഷം കേട്ടവർക്കൊക്കെ അറിയായിരിക്കും, നമ്മൾ ഇതൊക്കെ പറഞ്ഞു പോയ കഥ തന്നെയാണ്. ഏതായാലും നമ്മുടെ രേവതി ഇത് അറിഞ്ഞ കാര്യം
എന്തിനാ രേവതിയോട് പറഞ്ഞത് എന്ന് ഭാമയോട് പോയി ചോദിക്കുകയാണ്. അപ്പം ഭാമ പറയൂ, അല്ല മോളെ, നിന്റെ ഈ നല്ല മനസ്സ് അവള് കാണണ്ടേ, നീ നല്ലത് ചെയ്തിട്ട് അവൾ അറിയണ്ടേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, അല്ലാതെ എനിക്ക് വേറൊരു ദുരുദ്ദേശമില്ല, അതെന്തിനാ ഞാൻ പറയാതിരിക്കുന്നത്, മോൾ ചെയ്ത് നല്ല കാര്യമല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ഭാമ. ഏതായാലും മീരയോടും ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ശ്രുതിയും ചെന്ന് പറയുന്നുണ്ട്. ഒരു അക്ഷരവും പുള്ളിയും ഒന്നും മാറിപ്പോകാതെ എല്ലാ കാര്യവും നടക്കുന്ന സംഭവം മീരയോടാണല്ലോ പറയുന്നത്. അപ്പൊ മീര പറയുന്നുണ്ട്, ശ്രുതി നീ സൂക്ഷിച്ചോ, കള്ളത്തരങ്ങളുടെ കൂമ്പാരം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് നീ, ഇതെല്ലാം ഒരു ദിവസം തകർന്ന് വീഴും, ചീട്ടുകൊട്ടാരം പോലെ തകർന്ന് വീഴും, ഒരു കള്ളത്തരം പൊളിഞ്ഞ പുറകെ എല്ലാ കള്ളത്തരവും പൊളിയും, നീ അതുകൊണ്ട് സൂക്ഷിച്ചോ എന്നൊക്കെ നമ്മുടെ മീരയും പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ വരാൻ പോകുന്നത്. അപ്പൊ മിസ് ചെയ്ത് കളയരുത്. എന്നും രാവിലെ നമ്മളൊരു 8 മണി 7:30 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഫുൾ വിശേഷം പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും കാണണം. അതുപോലെ തന്നെ നമ്മുടെ പത്തനംമാറ്റം നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഒരു 9 മണിയോട് കൂടി പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് മിസ് ചെയ്ത് കളയരുത്. പിന്നെ നമ്മുടെ അലീനയുടെ കഥയുടെ ഫുൾ വിശേഷം രാവിലെ നമ്മൾ എന്നും പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് റിയൽ സ്റ്റോറിക്കകത്താണ്. അതുപോലെ തന്നെ അലീനയുടെ പ്രമോ വിശേഷം നമ്മൾ ഒരു 8 മണിയായപ്പോ ഇപ്പൊ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. 8 മണിയായപ്പോ നാളത്തെ പ്രമോശേഷം ഇട്ടിട്ടുണ്ട്, അതും നിങ്ങൾ കയറി കാണാം, അത് റിയൽ സ്റ്റോറിക്കകത്താട്ടോ ഇട്ടേക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാനും കൂടെ ഒരു ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.